പ്രൈസ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ആ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ പ്രൈസ് എത്രയായിരുന്നു എന്ന് ഇങ്ങനെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് 350 ആണ്, ഏകദേശം പറയുകയാണെങ്കിൽ 350 ആണ് അറൗണ്ട് ആ ഒരു പ്രൈസാണ് വന്നിട്ടുള്ളത്. സോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാനാസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അണ്ടർ 399 വരുന്ന കുറച്ച് ഡ്രസ്സുകളാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുറച്ച് ടോപ്സ് ആണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകളുണ്ട്, എന്നാൽ ഓക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ട്. സോ ഞാൻ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഓരോ ഡ്രസ്സായിട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ ഓരോന്നിടത്ത് കാണിച്ചു തരാം. സോ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ടോപ്പാണ്. ഫസ്റ്റ് കാണിച്ചു തരുന്നത് ഇത് വന്നിട്ട് നല്ല ഒരു കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ്. ഫുൾ ഇങ്ങനെ ഈ ഒരു പ്രിന്റ് വൈറ്റിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഫുൾ പ്രിന്റ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ടുള്ള ക്ലിപ്പ് സൈഡിൽ ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ലെങ്ത് എങ്ങനെയാണ് ഇട്ടിട്ട് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ കറക്റ്റ് മനസ്സിലാവുന്നുണ്ടാവും. സോ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പാണ്. പിന്നെ ബട്ടൺസ് വന്നിട്ട് ഷോ ബട്ടൺ ആണ്, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഫീഡിങ് ഫ്രണ്ട്ലി അല്ല. സോ ഇത് ഒരു വുഡൻ ടൈപ്പിൽ വരുന്ന ഒരു ഷോ ബട്ടൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്, നോർമൽ 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് പിന്നെ ഈ ഒരു കോളറാണ്, ഈ ഒരു ചൈനീസ് കോളറായിട്ട് ഇങ്ങനെ ഒരു വീക്കറ്റ് ഇങ്ങനെയാണ് ഈ ഒരു കോളറാണ് വന്നിട്ടുള്ളത്. സോ എല്ലാം അടിപൊളിയാണ്, നല്ല മെറ്റീരിയലാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ്. പിന്നെ എനിക്ക് ചെറുതായിട്ടൊരു പ്രശ്നം കണ്ടുപിടിക്കാനാണെങ്കിൽ ഈ ഒരു വുഡൻ ബട്ടണില്ലേ നല്ല ഭംഗിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. സോ അതൊന്നും മാറ്റിയിട്ട് വേറൊരു ബട്ടൺ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയാണ്. വേറെ പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഷോ ബട്ടൺ മാത്രമാണ്. സോ വേറെ ഒന്നുമില്ല, ബാക്കിയൊക്കെ അടിപൊളിയാണ്, വർത്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XXL ആണ്. XXL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ അടിപൊളിയാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. 350 അങ്ങനെ എന്തോ ഞാൻ എന്തായാലും കാണിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, അണ്ടർ 399 ആണ് എല്ലാം വന്നിട്ടുള്ളത്. സോ 300ലും 399 ഉള്ളിലായിട്ട് എല്ലാ ഡ്രസ്സിൻ്റെയും പ്രൈസ് വരുന്നത്. സോ അതുകൊണ്ട് ഓരോന്നിച്ച് പറയുന്നില്ല. ഓക്കെ, ഇത് അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആയിട്ട് പറയാവുന്ന ഒന്നാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ലൊരു മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ്. സോ തീർച്ചയായും ട്രൈ ചെയ്തൊക്കെ. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാനിവിടെ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. വീണ്ടും എല്ലാവരും ലിങ്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ വേണ്ടവരൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് മസ്റ്റ് ട്രൈ പറയുന്ന അടുത്തൊരു ഡ്രസ്സ് വന്നിട്ട് ഇതാണ്. ഇത് അടിപൊളിയൊരു സംഭവം കേട്ടോ. ഇതിൻ്റെ പ്രൈസ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ആ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ പ്രൈസ് എത്രയായിരുന്നു എന്ന് ഇങ്ങനെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് 350 ആണ്, ഏകദേശം പറയുകയാണെങ്കിൽ 350 ആണ് അറൗണ്ട് ആ ഒരു പ്രൈസാണ് വന്നിട്ടുള്ളത്. സോ അടിപൊളിയായിട്ടുള്ളൊരു ടോപ്പ് കേട്ടോ, നല്ല മെറ്റീരിയലാണ്. ക്രേപ്പും കോട്ടണും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ. കോട്ടണും ക്രേപ്പ് പക്കാ ക്രേപ്പ് ലോക്കൽ അങ്ങനത്തെ മെറ്റീരിയൽ അല്ല, ക്രേപ്പ് പ്ലസ് കോട്ടനോട് മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഒന്നും തന്നെ സംഭവിക്കില്ല, കളർ ഇളകാൻ. ഞാൻ നേരത്തെ കാണിച്ചതും കളർ ഇളകാൻ നരയ്ക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതാണെങ്കിലും കളർ ഇളകാൻ നരയ്ക്കുക ചുരുങ്ങി പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സോ ഇതിൻ്റെ നല്ലൊരു പ്ലീറ്റഡ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത്. ഓക്കെ, അപ്പോൾ ഇതിന് ഞാനിതാ ഈ ഒരു ഷോൾ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു ഷോൾ എന്നാണ് ഇട്ടിട്ടുള്ളത്. അതും കൂടി ആയപ്പോൾ കംപ്ലീറ്റ് അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഒരു സിഗരറ്റ് പാൻറ്, ഓഫ് വൈറ്റ് ഓർ വൈറ്റ് സിഗരറ്റ് പാൻറ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ടോപ്പാണ്. സോ ഇതും ഫീഡിങ് ഫ്രണ്ട്ലി അല്ല, ജസ്റ്റ് ഇങ്ങനെ ഷോ ആയിട്ട് അങ്ങനെയാണ് ഈ ഒരു ബോൾസ് ആയിട്ട് ഒരു ത്രെഡ് ബോൾസ് അങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ, ഈ ഒരു ഡിസൈൻ. പിന്നെ കോളർ വന്നിട്ടുണ്ട്, നമ്മൾ നേരത്തെ കാണിച്ചു അതേപോലെ തന്നെ ഒരു ചൈനീസ് കോളറായിട്ടാണ് വന്നിട്ടുള്ളത്. സ്ലീവ് വന്നിട്ട് നോർമൽ 3/4 സ്ലീവ് ആണ്. പിന്നെ ഫുൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡിൽ ആ ഒരു ബ്ലൂ ആ ഒരു കോമ്പിനേഷൻ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു പ്രിന്റ് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും, ഫുൾ സെയിം ഒരു പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയിൽ നല്ല പ്ലീറ്റഡ് ആയിട്ട് ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ടോപ്പ്. ഞാൻ ജസ്റ്റ് ഒരു ക്ലോസ് ഷോട്ട് കാണിച്ചു തരാം. അടിപൊളിയാണ് കേട്ടോ, ഇതും മസ്റ്റ് ട്രൈ ആണ്. ഞാൻ നേരത്തെ കാണിച്ചതും മസ്റ്റ് ട്രൈ ആണ്, അടിപൊളിയാണ് രണ്ടും. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XXL ആണ്. XXL എനിക്ക് നല്ല നീറ്റായിട്ടുള്ള ഒരു ഫിറ്റിങ്ങിലാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മൾ അടുത്ത ഡ്രസ്സ്.
അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ കോംബോ സെറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു ടീഷർട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ആ ഒരു സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തായാലും ഞാൻ ബാക്കി കാണിച്ചു തരുന്നത് ഇപ്പോൾ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ടോപ്സ് ആണ് കാണിച്ചു തരുന്നത്. പക്ഷേ ഇത് വന്നിട്ട് ഈ ഒരു ടീഷർട്ട് കോംബോ സെറ്റ് ഞാൻ വാങ്ങിച്ചതായിരുന്നു. ഞാൻ ഇതിൻ്റെ റീൽ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അതിൽ ഞാനിങ്ങനെ ബ്യൂട്ടി ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ, അതിനോട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് നോക്കുക. ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം, അപ്പോൾ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ വേണ്ടവർ. സോ ഈ ഒരു കോംബോ സെറ്റ് വെറും 344 റുപ്പീസിന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഈ ഒരു 2 ടീഷർട്ടും ഓവർ സൈസ്ഡ് ടീഷർട്ടാണ്. ഇട്ടിട്ടുള്ള ക്ലിപ്പ് കൂടി ഞാൻ സൈറ്റിൽ ആഡ് ചെയ്യുന്നുണ്ടാവും. സോ അടിപൊളിയാണ്, വർത്ത് ആയിട്ട് തോന്നി. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ്. ഓക്കെ, ഭയങ്കര കട്ടിയില്ല, ചെറുതായിട്ടൊരു സീത്രൂ മെറ്റീരിയലാണ്. ബട്ട് ഓക്കെ, നമ്മൾ എന്തായാലും ഒരു ഇന്നർ ഇട്ടിട്ടൊക്കെ ഇടുമ്പോൾ ഓക്കെ ആവും, വേറെ പ്രശ്നമൊന്നുമില്ല. ഇന്നർ ഇടാതെ ഇടുമ്പോൾ ജസ്റ്റ് ഒരു ഇതൊക്കെ ഉണ്ട്, സീത്രൂ മെറ്റീരിയലാണ്. പക്ഷേ ഓക്കെയാണ്, എനിക്ക് ആ ഒരു പ്രൈസിന് എന്തായാലും വർത്ത് ആയിട്ട് തോന്നുന്നു. ഒന്നിന് 172 അങ്ങനെ എന്തായാലും ഏകദേശം വരുള്ളൂ. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്താണ്. സോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ടീഷർട്ടാണ്. ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XXL ആണ് കേട്ടോ. XXL എനിക്ക് കറക്റ്റ് ആ ഒരു ഓവർ സൈസ്ഡ് ആ റിലാക്സ്ഡ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു യെല്ലോ കാണിച്ചു തരാം. ഈ ഒരു യെല്ലോ ടോപ്പ് ഒരു മസ്റ്റ് ട്രൈ പറയില്ല, ഒരു ഓക്കെ ആയിട്ടാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി എല്ലാം ഓക്കെയാണ്, അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പിക്ചറിൽ കണ്ടതിലും എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ കുഴപ്പമില്ല, ഓക്കെയാണ്. ചിലപ്പോൾ യെല്ലോ ഡ്രസ്സൊക്കെ വേണ്ടവരുണ്ടാവും, അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ആ ഒരു 300 സംതിങ്ങിന് എന്തായാലും വർത്ത് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. സോ ഇതിന് 3/4 സ്ലീവാണ് വന്നിട്ടുള്ളത്. റൗണ്ട് നെക്ക്, ഇവിടെ ഒരു മിറർ വിത്ത് എംബ്രോയ്ഡറി വർക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വർക്ക് കാര്യങ്ങളും പ്ലീറ്റ്സ് ഒക്കെ വന്നിട്ടുള്ളത് എല്ലാം അടിപൊളിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കിൽ പ്ലീറ്റ്സ് ഇല്ല, ബാക്കിൽ പ്ലീറ്റ്സ് ആയിട്ട് വരുന്നില്ല. ഫ്രണ്ടിലാണ് പ്ലീറ്റഡ് ആയിട്ട് ഇങ്ങനെ സെൻറ്ററിലേക്കായിട്ട് അങ്ങനെ വന്നിട്ടുള്ളത്. സ്റ്റൈൽ ചെയ്ത വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഫുൾ ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ഫുൾ ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു, അത്യാവശ്യം ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XXL ആണ്. ഇതും XXL ആണ്. XXL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ മസ്റ്റ് ട്രൈ പറയില്ല, ഓക്കെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ടോപ്പ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ടോപ്പാണ്. 2 സൈഡ് ഓപ്പൺ ഒക്കെ വരുന്ന ഒരു സ്ലിറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ടോപ്പാണ്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. സൈറ്റിൽ ക്ലിപ്പ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. ഇത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു ജൂട്ട് പോലെയുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ഇതിൻ്റെ കോളർ വന്നിട്ട് ഈ ഒരു ചൈനീസ് കോളറായിട്ടാണ് വരുന്നത്. പിന്നെ ബട്ടൺസ് ഷോ ബട്ടൺ ആണ്, ഫീഡിങ് ഫ്രണ്ട്ലി അല്ല. പിന്നെ ഈ ഒരു സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത ഈ ഒരു ഡിസൈനിൽ വരുന്നൊരു സ്ലീവാണ് വന്നിട്ടുള്ളത്, 3/4 സ്ലീവ്. പിന്നെ 2 ഭാഗത്തും ഓപ്പൺ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിലൊരു ബ്ലാക്ക് പാൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ബ്ലാക്ക് ഷോളും ബ്ലാക്ക് പാൻറ്റും ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഉണ്ടാവും. പക്ഷേ ഇത് രണ്ടും ഒരേപോലെ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കാരമൽ ഷെയ്ഡിൽ വരുന്ന ഹിജാബാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അതിൽ കുറച്ചുകൂടി ബ്ലാക്കിനെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി, രസമുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത്. ഇവിടെ എവിടെയോ ഒരു സ്റ്റെയിൻ കണ്ട്, ഇവിടെ ഒരു സ്റ്റെയിൻ കാണുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, എല്ലാ പീസിലും ഉണ്ടാവില്ല, ചിലപ്പോൾ എനിക്ക് കിട്ടിയാൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. ഇങ്ങനെ വാഷ് ചെയ്താൽ കളറുകളൊക്കെ ചുരുങ്ങാൻ നരയ്ക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XXL ആണ്. സോ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ടോപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റ് ട്രൈ എന്നൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് കണ്ട് ഒരു ഓഫീസിൽ പോവുക, കോളേജിൽ പോവുക, ഇങ്ങനെ സ്ഥിരമായിട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് ടോപ്സ് ഒക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. സോ അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. സോ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു 5 ഡ്രസ്സുകളാണ് കാണിച്ചു തന്നിട്ടുള്ളത്. 5 കോമ്പോസിറ്റ് ആണ്. ഓക്കെ, 5 ഡ്രസ്സുകളാണ് കാണിച്ചു തന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എനിക്ക് നല്ല പല്ല് പറിച്ചിട്ടുണ്ടായിരുന്നു മക്കളെ, അതിനോടാണ് ഞാൻ ഒപ്പിച്ചൊപ്പിച്ച് സംസാരിക്കുകയാണ്. സോ പിന്നെ നിങ്ങൾ ഒരുപാട് സംസാരിക്കാണ്ട് ചുരുക്കാമെന്നും വിചാരിക്കുന്നുണ്ട്. സംസാരിച്ച് പോയാൽ അതും ബോറിംഗ് ആവും. അപ്പോൾ ഞാൻ അതും കൂടി ചുരുക്കിയത് സ്പീഡിൽ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോയിൽ. സോ നിങ്ങൾക്ക്
ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ എപ്പോൾ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അതിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. സോ ഇത്രയുള്ള വീഡിയോസ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.